ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് കുമ്പളങ്ങ മോരുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റിയും ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഈ കുമ്പളങ്ങ മോരുകറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ. അപ്പോൾ കുമ്പളങ്ങ മോരുകറിക്ക് വേണ്ടിയിട്ട് ഇതാ ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയാണ് എടുത്തത്. ഞാനിപ്പോൾ ഇത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ, ഇതിന് നേരെ പകുതിയാക്കിയിട്ട് അതിൻ്റെ ഹാഫ് ഭാഗമാണ് ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ പകുതിയാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമാണ് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയണം. അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള സീഡ്സ് കൂടെ കളഞ്ഞിട്ട് വേണം നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇത് സീഡ്സൊക്കെ കളഞ്ഞെടുത്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. നല്ല ചെറുതായിട്ടല്ല, ഒരു മീഡിയം വലിപ്പത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ. നമ്മൾ പച്ചടിക്കൊക്കെ കട്ട് ചെയ്തെടുക്കുന്ന പോലെ ചെറുതാക്കി കളയരുത് കേട്ടോ. ഈ ഒരു കണക്കിന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ ഇതാ കുമ്പളങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കഴുകി ക്ലീൻ ചെയ്തെടുത്ത്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട് ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. കുക്കറിലായാലും വേവിക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വെന്ത് വരുമ്പോഴേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഇതാ 1/2 കപ്പോളം തേങ്ങയാണ് ചിരകിയതെടുത്തത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകയില്ലേ, അത് ഇട്ട് കൊടുക്കാം. അതുപോലെ എരിവിന് പച്ചമുളക് ഒരു 3-4 എടുക്കുക കേട്ടോ, എരിവിന് ആവശ്യമായിട്ട്. അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് ഓപ്ഷനല്ല. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. കൂടുതൽ അങ്ങ് ലൂസും ആവേണ്ട, എന്നാൽ അധികം അങ്ങ് തിക്കും വേണ്ട, നമുക്ക് മോര് കൂടെ ചേർക്കേണ്ടതല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കാം. ഇതുപോലെ നല്ല നൈസായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. അപ്പോഴേക്കിതാ കുമ്പളങ്ങ വെന്തോന്നൊന്ന് നോക്കട്ടെ. ഇപ്പോൾ ഇതാ കുമ്പളങ്ങയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി, വല്ലാണ്ടങ്ങ് ഉടഞ്ഞു പോവേണ്ട. നമുക്കൊന്നിങ്ങനെ കഴിക്കാൻ കിട്ടുന്ന ഒരു പാകത്തിന് വേവിച്ചാൽ മതി കേട്ടോ. ഇനി ഈ അരപ്പും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് അരപ്പൊന്ന് തിളച്ച് വരണം. നമ്മളെപ്പോഴും മോരും തൈരും ചേർക്കുന്നതിന് മുമ്പായിട്ട് അരപ്പ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ അരപ്പൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ അരപ്പിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ കുമ്പളങ്ങയിൽ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണേ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. ഇനി ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിള വന്നോട്ടെ. അപ്പോഴേക്ക് നമുക്ക് തൈരൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/4 കപ്പോളം തൈര് എടുക്കുന്നുണ്ട്. ഇവിടുത്തെ തൈര് കുറച്ച് പുളിപ്പ് കുറവാട്ടോ. അപ്പോൾ അതുകൊണ്ട് 1/4 കപ്പ് മുതൽ 1/2 കപ്പോളം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആ പുളിപ്പിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്തോളൂ. അതുപോലെ ഈ സമയത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇതുപോലെ നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മോര് തന്നെ കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല കൊഴുപ്പായിട്ടുള്ള മോരുണ്ടാവുമല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ലൂസ് കൺസിസ്റ്റൻസിയിലാകുമ്പം അല്ലാണ്ടങ്ങ് ലൂസായിപ്പോൾ. ഇനി ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കണേ. അധികം ചൂടോട് കൂടിയിട്ട് തൈരും മോരൊന്നും ചേർത്ത് കൊടുക്കുന്ന അത്ര നന്നല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം ലൈറ്റ് ചൂടിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഇനി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി കുമ്പളങ്ങയിലോട്ട് ആ പുളിപ്പും ആ എരിവും ഒക്കെ ഒന്ന് പിടിക്കട്ടെ, ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്കൊരു താളിപ്പ് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ കടുകും, അതുപോലെ 1/4 ടീസ്പൂൺ ഉലുവയും, ചെറിയ ഉള്ളിയില്ലേ അതൊന്ന് 3-4 ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 4-5 വറ്റൽമുളക് കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം വേണം 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്, ഒരു കളറിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നതെന്ന്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത്, കാരണം നന്നായി ചൂടായി കിടക്കുന്ന എണ്ണയല്ലേ, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് ആകെ മാറും. ഇതിപ്പം താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുമ്പളങ്ങയിലോട്ട് ഈ താളിപ്പങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ എളുപ്പത്തിൽ കഴിയുന്ന കറിയല്ലേ. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ പുളിപ്പൊക്കെ കുമ്പളങ്ങയിലോട്ട് പിടിച്ച് നല്ലൊരു സ്മെല്ല്, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇതിലുള്ള വെജിറ്റബിൾസ് കറി ആയിക്കോട്ടെ, ഇനി സ്നാക്സ് ഐറ്റംസ് ആയിക്കോട്ടെ, തലശ്ശേരി സ്നാക്സ് ഐറ്റംസൊക്കെ പലർക്കും അറിയുന്നതായിരിക്കും, അറിയാത്തവരൊന്നും ആരുമില്ല. പക്ഷേങ്കിൽ നമ്മളായാലും പഴയ കാലത്തുനിന്ന് പഠിച്ച് തന്നെയാണല്ലോ ഓരോ റെസിപ്പീസും വന്നത്. അല്ലാതെ നമ്മൾ ജനിച്ച് വരുമ്പോഴേ എല്ലാം പഠിച്ചിട്ടല്ലല്ലോ വരുന്നത്. അപ്പം അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അറിയുന്ന കറികളായിക്കോട്ടെ, സ്നാക്സ് ഐറ്റംസ് ആയിക്കോട്ടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുപോലെ എന്നോട് ബാച്ചിലേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, 2-3 പേര് നമുക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒന്ന് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ടൈം കിട്ടുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. ഈസി ആയിട്ടുള്ള കറി ആയിക്കോട്ടെ, ഇനി എന്ത് ഫുഡ് ഐറ്റംസ് ആയാലും ഈസി നോക്കിയിട്ട് ഞാൻ ഇടയിലാക്കിയിട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ, ടൈം കിട്ടുവാണെങ്കിൽ. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തന്നെ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരിക്കും താങ്ക് യു.